ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ഈ നാട്ടിലെ പ്രഗൽഭനായ ആ വലിയ തൻ്റെ സഞ്ചിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഉണക്ക റൊട്ടിയുടെ ഒരു കഷ്ണം എടുത്തുകൊണ്ട് നൽകി, ഇത് നിങ്ങൾ ഭക്ഷിച്ചോളൂ എന്ന് പറയുകയാണ്. فأكله وغلب عليه الزهد والورع فترك الدنيا بالكلية. മഹാനായ ഖാജ തങ്ങൾ അത് കഴിച്ചു. ആ ചെറിയ ഉണക്ക റൊട്ടി കഴിച്ചതിനു ശേഷം പിന്നീട് അവിടുത്തെ ജീവിതം പരിപൂർണമായി മാറുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ സൂക്ഷ്മമായ ജീവിതം മഹാനവറുകളുടെ ഹൃദയത്തിലേക്ക് വരികയും പൂർണ്ണമായി സൂക്ഷ്മതയോടെ ജീവിച്ച് പരിത്യാഗിയ ഒരു സാഹിദായി കഴിയുകയാണ്. ഈ ഭൗതികമാകുന്ന ലോകത്തെ പരിപൂർണമായി മഹാനായ ഖാജ മുഈനുദ്ദീൻ എന്നവര് കൈയൊഴിയുകയാണ്. വവഖഫൽ ബുസ്താന അലൽ ഫുഖറാഇ വൽ മസാകീൻ. മഹാനവറുകൾക്ക് തന്റെ പിതാവിൽ നിന്ന് അനന്തര സ്വത്തായി ലഭിച്ച ആ തോട്ടം അത് നാട്ടിലെ പാവങ്ങളായ ഫുഖറാഉ മസാകീനിന് വഖഫ് ചെയ്യുകയാണ്. എന്നിട്ട് വഖറജ യത്ലുബുൽ ഇൽമ ഇലാ ഖുറാസാൻ, സഞ്ചർ എന്ന് പറയുന്ന തന്റെ ഗ്രാമത്തിൽ നിന്ന് ഖുറാസാനിലേക്ക് വിശുദ്ധമായ ഇൽമ പഠിക്കാൻ വേണ്ടി പുറപ്പെടുന്നു. ഫഹഫിദൽ ഖുർആൻ, ആ ഖുറാസാനിൽ വെച്ചാണ് മഹാനവറുകൾ പരിശുദ്ധമായ ഖുർആൻ മനഃപാഠമാക്കുന്നത്. ثم خرج إلى بخارى ولازم مولانا هشام الدين البخاري رضي الله عنه. ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ പിന്നീട് ചെല്ലുന്നത് ബുഖാറയിലേക്കാണ്. ആ ബുഖാറയിൽ വെച്ച് ഹിശാമുദ്ദീനുൽ ബുഖാരി എന്ന് പറയുന്ന വലിയ പണ്ഡിതന്റെ കൂടെ കൂടുകയാണ്. ആ മഹാനവറുകളിൽ നിന്ന് എല്ലാ വിജ്ഞാന ശാഖകളും പഠിക്കുകയാണ്. തഫ്സീറും ഹദീസും അടക്കം ഏതെല്ലാം വിജ്ഞാന ശാഖകളുണ്ടോ അത് മുഴുവനും മഹാനവറുകളിൽ നിന്ന് പഠിക്കുകയാണ്. ثم خرج يزور الأولياء العظام من الأحياء والأموات وجاور الضرائح المقدسة. മഹാനായ ഹിശാമുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ താമസിച്ച് വിശുദ്ധമായ ഇൽമ കരസ്ഥമാക്കിയിട്ട് എല്ലാ വിജ്ഞാന ശാഖകളും പഠിച്ചിട്ട് പിന്നീട് അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരും വഫാത്തായി പോയവരുമായ എല്ലാ ഔലിയാക്കളെയും സമീപിക്കുകയാണ്. അവരെ സിയാറത്ത് ചെയ്യുകയാണ്, അവരെ സമീപിക്കുകയാണ്, അവരിൽ നിന്ന് ഉപദേശം തേടുകയാണ്. لأنهم في وجوه الأرض أقمار ماء الكنف إذا ما سال مختلطا بماء نهر فزالت منه أقدار. മഹാന്മാരായ പണ്ഡിതന്മാർ ജീവിതം നന്നാകാനുള്ള വഴി നമ്മെ പഠിപ്പിച്ചത് എന്താണ്? മഹാന്മാരെ കൂടലാണ്, ഔലിയാക്കളെ കൂടലാണ്, പണ്ഡിതന്മാരുടെ കൂടലാണ്. ജീവിച്ചിരിക്കുന്നവരും വഫാത്തായവരുമായ മഹാന്മാർ അവർ നമുക്ക് നന്മ പ്രകാശിപ്പിക്കുന്ന പണ്ഡിതന്മാരാണ്. അവർ നമുക്ക് നല്ല വെളിച്ചം നൽകുന്ന മഹാന്മാരാണ്. ലിഅന്നഹും
في وجوه الأرض أقمار. മഹാന്മാര് ഭൂമി ലോകത്തെ ചന്ദ്രന്മാരാണ്. പ്രകാശം ചൊരിയുന്ന ചന്ദ്രന്മാരാണ്. എന്നിട്ട് പണ്ഡിതന്മാര് പറയുകയാണ്, മോനെ നീ അതാ അഴുക്കിനാലിലെ വെള്ളം കണ്ടിട്ടില്ലേ? ആ വെള്ളത്തിന് എന്തൊരു ദുർഗന്ധമാണ്. സുബ്ഹാനല്ലാഹ്, ഹോട്ടലിൽ നിന്നൊഴുകുന്ന, കൂൾബാറിൽ നിന്നൊഴുകുന്ന, അതുപോലെ കല്യാണ വീടുകളിൽ നിന്നൊഴുകുന്ന വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ് അഴുക്കിനാലിലൂടെ ഒലിച്ചു വരുന്നത്. ആ വെള്ളം ഒലിച്ച് അതാ പുഴയിലെ ശുദ്ധജലത്തിന്റെ കൂടെ കൂടുമ്പോ ആ ശുദ്ധജലത്തിന്റെ കൂടെ കൂടിയത് കാരണം അഴുക്കിനാലിലെ വെള്ളം ശുദ്ധമായി പോയി. അതിന്റെ ദുർഗന്ധം നീങ്ങിപ്പോയി, അതിന്റെ സ്മെല്ല് നീങ്ങിപ്പോയി. ആ അഴുക്കിനാലിലെ വെള്ളവും ശുദ്ധജലമായി പോയി. മാഉൽ കനീഫീനാ മാസാല മുഖ്തനിതാ ബിമാഇ നഹ്രിൻ ഫസാലത് മിൻഹു അഖ്ദാറു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ കാരണം ഇതാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ഔലിയാക്കളെയും തേടി പിടിക്കുകയാണ്, വഫാത്തായ മഹാന്മാരെ സമീപിക്കുകയാണ്, അവരെ സിയാറത്ത് ചെയ്യുകയാണ്. ജീവിച്ചിരുന്ന മഹാന്മാരിൽ നിന്ന് പോയി പൊരുത്തം വാങ്ങുകയാണ്. ثم خرج بحسب الإشارات اللطيفة في المنام واليقظة إلى مدينة هارون طالبا لإمام الأولياء وسلطان العارفين الشيخ عثمان الهاروني رضي الله عنه. പിന്നീട് മഹാനവറുകൾക്ക് സ്വപ്നത്തിൽ കിട്ടിയ നിർദ്ദേശമനുസരിച്ച്, ഉണർവിൽ കിട്ടിയ നിർദ്ദേശമനുസരിച്ച്, അല്ലാഹുവിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് അതാ മഹാനായ ശൈഖ് ഉസ്മാനുൽ ഹാറൂനി എന്ന ഔലിയാക്കളുടെ ഇമാമായ വലിയ പണ്ഡിതനായ സുൽത്താനുൽ ആരിഫീൻ എന്ന അപരനാമം കൊണ്ടറിയപ്പെട്ട മഹാനെ സമീപിക്കുന്നു. ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു വലിയ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട ഖാജ തങ്ങളെ സ്വീകരിക്കുകയാണ്, തന്റെ മുരീദുമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയാണ്. മഹാനായ ഖാജ തങ്ങൾ വലാസമഹു മുദ്ദതൻ ത്വീല, ഒരുപാട് കാലം ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കൂടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖ് ഖുതുബുദ്ദീൻ അൽ ബഖ്തിയാർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, ഖാജ തങ്ങൾ ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ കൂടെ 20 വർഷം താമസിച്ചിട്ടുണ്ട്. 20 വർഷം താമസിച്ചിട്ടുണ്ട്. ആ 20 വർഷത്തിനിടക്ക് വഹറമ ഫീ തിൽകൽ മുദ്ദ അല്ലദത വറാഹത അലാ നഫ്സി, ആ 20 വർഷക്കാലം ജീവിച്ചപ്പോൾ മഹാനായ ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ കൂടെ കൂടിയപ്പോ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും കൈയൊഴിഞ്ഞു, എല്ലാ ആനന്ദങ്ങളും കൈയൊഴിഞ്ഞു, എല്ലാ സന്തോഷങ്ങളും കൈയൊഴിഞ്ഞു. എന്നിട്ട് മഹാനായ ശൈഖ് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നീണ്ട 20 വർഷക്കാലം ജീവിക്കുകയാണ്. മഹാനായ ഖാജ തങ്ങളുടെ സ്വഭാവം എന്താണെന്നറിയോ? ദാവമ 70 സന അലാ സൗമിൻ നഹാരി വഖിയാമിൽ ലൈലി. ബഹുമാനപ്പെട്ട
ഖാജാ തങ്ങൾ നീണ്ട 70 വർഷക്കാലം പകൽ മുഴുവനും നോമ്പ് തന്നെ, രാത്രിയിൽ നിസ്കാരം തന്നെ. 70 വർഷക്കാലം 7 ദിവസമല്ല, 7 മാസമല്ല, 7 വർഷമല്ല, നീണ്ട 70 വർഷക്കാലം മഹാനവറുകളുടെ ജീവിതം അങ്ങനെയാണ്. വലം യകുൻ മുഹദിസൻ ഫീ തിൽകൽ മുദ്ദതി ഇല്ലാ ഫിൽ ഔഖാതിൽ ളുറൂരിയ. സദാ സമയവും മഹാനവറുകൾ വുദൂഇലാണ്, എല്ലാ സമയവും മഹാനവറുകൾ ശുദ്ധിയിലാണ്. അത്യാവശ്യത്തിന് മലമൂത്ര വിസർജനം നടത്തിയാൽ ഉടനെ തന്നെ പിന്നെയും വുദൂ ചെയ്തിട്ട് പരിപൂർണമായി ശുദ്ധിയിൽ ജീവിച്ചു. വകാന യുസല്ലി സുബ്ഹ ബിവുദൂഇൽ ഇശാ. മഹാനവറുകളുടെ ജീവിതത്തിൽ തന്നെ രാത്രിയിൽ ഇശാ ചെയ്ത അതേ വുദൂ കൊണ്ട് തന്നെയാണ് സുബ്ഹിയും നിസ്കരിക്കാറുള്ളത്. നിലവേറും ഇശാ തൊഴുതൊരുവാലെ 40 ആണ്ട് സുബ്ഹി തൊഴുതോവർ. ഒരു കാമൽ നിന്നിട്ടൊരു ഖത്തം തീർത്തോവർ. ഒരു മുതലായി 3 ആണ്ട് കാത്തോവർ. ഈ ഖാജാ തങ്ങളുടെയും വലിയ നേതാവായ ഖുതുബുൽ അഖ്താബ് അൽ ഗൗസുൽ അദം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം എന്തായിരുന്നു? രാത്രിയിൽ ഇശാ നിസ്കരിച്ച വുദൂ, ആ വുദൂ കൊണ്ടാണ് സുബ്ഹി നിസ്കരിക്കുന്നത്. 40 വർഷക്കാലം മഹാനായ ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അദം തങ്ങൾ ഇശാ നിസ്കരിച്ച വുദൂ കൊണ്ട് സുബ്ഹി നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങാറില്ല. രാത്രിയിൽ ഉറങ്ങിയാൽ വുദൂ മുറിയുമല്ലോ. ഇശാ നിസ്കരിച്ച വുദൂ മുറിയാതെ ആ വുദൂ കൊണ്ട് തന്നെ സുബ്ഹി നിസ്കരിച്ചത് 4 ദിവസമല്ല, 4 മാസമല്ല, 40 വർഷക്കാലം. ഗൗസുൽ അദം തങ്ങളുടെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ അവരെ അതാ പിൻഗാമിയായ ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു അതാ മഹാനവറുകളുടെയും സ്വഭാവം രാത്രിയിൽ നിസ്കരിച്ച വുദൂ അതുകൊണ്ട് സുബ്ഹി നിസ്കരിച്ച മഹാനാണ്. വകാന യുഫ്തിറു അലാ ഖിത്അതി റഗീഫിൻ യാബിസ്. ഒരു ഉണങ്ങിയ റൊട്ടിയുടെ കഷ്ണം കൊണ്ടാണ് മഹാനവറുകൾ ഭക്ഷണം കഴിക്കാറുള്ളത്. അതുകൊണ്ടാണ് നോമ്പ് തുറക്കാറുള്ളത്. വകാന യഖ്തിമുൽ ഖുർആൻ ഫിൽ യൗമി മർറതൈൻ. എല്ലാ ദിവസവും 2 തവണ വിശുദ്ധമായ ഖുർആൻ ഖത്മ ചെയ്യുന്നു. എല്ലാ ദിവസവും 2 തവണ ഖുർആൻ ഓതുന്നു. വകാന യതീഹി ഇൻദ ഖത്മിൽ ഖുർആനി നിദാഉം മിനൽ ഗൈബ്. ഓരോ തവണയും ഖുർആൻ ഓതി കഴിയുമ്പോ അതാ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഖബിൽനാ ഖത്മക യാ മുഈനുദ്ദീൻ. ഓ മുഈനുദ്ദീനെ, നിങ്ങൾ ഓതിയ ഖത്മുൽ ഖുർആൻ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഓതിയ ഖത്മുൽ ഖുർആനിന്റെ റിസൾട്ട് അപ്പോൾ തന്നെ ലഭിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ശൈഖ് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ മുരീദായി അവിടുത്തെ ശിഷ്യനായി കഴിയുന്ന സമയം ഒരു ദിവസം മഹാനായ ഉസ്മാനുൽ ഹാറൂനി
ഹാറൂനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഖാജ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ പോയിട്ട് ജദ്ദിദ് വുളൂഅക, നീ പോയി നിന്റെ വുളൂ ഒന്ന് പുതുക്കി എടുത്തു വരണം. വസല്ലി റക്അതൈൻ, 2 റക്അത്ത് നിസ്കരിക്കണം. ആ 2 റക്അത്തിൽ ഓതേണ്ട സൂറത്തുകൾ ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുകയാണ്. ആ പ്രകാരം മഹാനായ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു പോയി 2 റക്അത്ത് പൂർണ്ണമായി നിസ്കരിച്ചു. തന്റെ ശൈഖ് അവരുടെ നിർദ്ദേശപ്രകാരം നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ പറയുന്നു, മോനെ സ്വല്ലി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 വാഹിദ, നീ ഹബീബായ തങ്ങളെ മേലിൽ 101 സ്വലാത്ത് ഇപ്പോൾ ചൊല്ലണം. ഖാജ തങ്ങൾ ആ സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ശൈഖായ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ മഹാനായ മുഈനുദ്ദീൻ തങ്ങളോട് പറയുകയാണ്, ഇന്നക വസൽതൽ ആന ഇലാ മഖ്അദി സുദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. ഓ മുഈനുദ്ദീൻ, നിങ്ങൾ എന്റെ കീഴിൽ 20 വർഷക്കാലമായി താമസിക്കാൻ തുടങ്ങിയിട്ട് ഈ കാലമത്രയും ഞാൻ നൽകിയ എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഉന്നതമായ സ്ഥാനത്തേക്ക് റബ്ബിന്റെ അടുക്കൽ നിങ്ങൾ എത്തിയിരിക്കുന്നു. എന്നിട്ട് മഹാനവർകളോട് ഒരു ദിവസം പൂർണ്ണമായി റിയാദയിൽ ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ആ റിയാദയിൽ സൂറത്തുൽ ഇഖ്ലാസ് 1000 പ്രാവശ്യം പാരായണം ചെയ്യണം. ഒരു പകലും ഒരു രാത്രിയും പരിപൂർണമായി ഇരുന്നിട്ട് വിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് 1000 തവണ പാരായണം ചെയ്യണം. ഖാജ തങ്ങൾ പോയി 1000 തവണ ഇഖ്ലാസ് സൂറത്ത് ഓതി തീർത്ത് ഒരു ദിവസത്തെ റിയാദയും വീട്ടിയിട്ട് അതാ ശൈഖ് അവരുടെ സമീപത്ത് വരികയാണ്. വന്നപ്പോൾ ശൈഖ് പറയുന്നു, മോനെ നിങ്ങളൊന്ന് ആകാശത്തിന്റെ ഭാഗത്തേക്ക് തല ഉയർത്തിയിട്ട് കണ്ണുയർത്തിയിട്ടൊന്ന് നോക്കണേ. ഖാജ തങ്ങളങ്ങ് നോക്കുമ്പോ ഫഇദൽ ഹിജാബാതു ഖദ് റുഫിഅത് വൻകശഫ ലഹുൽ അർശു വൽ കുർസിയു വഗൈറുഹുമാ. ഖാജ തങ്ങള് അതാ മേൽഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് എല്ലാ മറകളും നീങ്ങുകയാണ്, എല്ലാ മറകളും ഉയർത്തപ്പെടുകയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ മഹാനവറുകൾ കാണുകയാണ്. അല്ലാഹുവിന്റെ ധാരാളം സൃഷ്ടികളെ മഹാനവറുകൾ അത്ഭുതങ്ങളെ കാണുകയാണ്. എന്നിട്ട് ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ അടുത്ത നിർദ്ദേശം, മോനെ നിങ്ങളൊന്ന് താഴ്ഭാഗത്തേക്ക് നോക്ക്. ഖാജ തങ്ങൾ താഴോട്ട് നോക്കുമ്പോ ഭൂമിയുടെ ഉള്ളിലുള്ളത് ഭൂമിയുടെ താഴെയുള്ളത് മുഴുവനും ഖാജ തങ്ങൾക്ക് തുറന്ന് കാണിക്കുന്നു. എല്ലാം കൃത്യമായി കാണുന്നു. വീണ്ടും ഉസ്മാനുൽ ഹാറൂനി തങ്ങളെ നിർദ്ദേശം, പോയിട്ട് 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് തിരിച്ചു വരൂ. ശിഷ്യനായ മുഈനുദ്ദീനുൽ ചിശ്തി റളിയല്ലാഹു അൻഹു ശൈഖ് അവരുടെ നിർദ്ദേശപ്രകാരം ചെന്ന് 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയാണ് ഇവരൊക്കെ ഔലിയാക്കളുടെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇങ്ങനെയാണ് ഇവരൊക്കെ ത്വരീഖത്തിന്റെ വലിയ ശൈഖുമാരായി മശായിഖുമാരായി മാറുന്നത്. ഒരു വിവരവുമില്ലാതെ, ഒരു ഇബാദത്തുമില്ലാതെ, ഒന്നും കയ്യിലില്ലാതെ, നിസ്കാരം പോലും അതാ കൃത്യമായി നിർവഹിക്കാതെ,
കയ്യിലൊരു തസ്ബീഹ് മാലയും പിടിച്ച് സുബ്ഹാനല്ലാഹ് വലിയ ഒരു ഷാളും ധരിച്ച്, അതല്ലെങ്കിൽ ജനങ്ങളെ മുന്നിൽ അവരെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഒരു വേള ശൈഖായി ചമഞ്ഞവരല്ല ഈ മശായിഖുമാർ. ജീവിതകാലത്ത് ഇൽമു പഠിച്ച് എല്ലാ വിജ്ഞാന ശാഖകളും കരസ്ഥമാക്കി ഔലിയാക്കളുടെ കൂടെ നീണ്ട 10, 20, 30 വർഷം ജീവിച്ച് ആ മഹാന്മാരുടെ പരിപൂർണമായ തർബിയത്തിൽ കഴിഞ്ഞ് അങ്ങനെ വളർന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ കേട്ടോ. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങള് 1000 തവണ വീണ്ടും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടപ്പോ മഹാനവറുകൾ പോയി അതാ പാരായണം ചെയ്ത് തിരിച്ചു വരികയാണ്. വന്ന സമയത്ത് ശൈഖ് ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ പറഞ്ഞു, നീ നിന്റെ കണ്ണൊന്ന് അടക്കണേ മോനെ. കണ്ണി അടച്ചപ്പോൾ മഹാനായ ശൈഖ് അവറുകൾ പറയുന്നു, ഇഫ്തഹ്, ആ കണ്ണൊന്ന് തുറക്ക്. തുറന്ന സമയത്ത് ചോദിച്ചു, മാദാ റഅയ്ത, കണ്ണി അടച്ചപ്പോൾ എന്താണ് നീ കണ്ടത്? ഉടനെ ഖാജാ തങ്ങൾ പറയുകയാണ്, ഇന്നി അറൽ അവാനിമ 18. ഓ പ്രിയപ്പെട്ട ശൈഖ് അവറുകളെ, ഞാൻ 18 ലോകം കാണുകയാണ്. ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ പറയാണ്, ഖത്തമ്മ അംറുക വകമുല ശഅനുക, നിന്റെ കാര്യം ഇവിടെ പൂർത്തിയായിരിക്കുന്നു, എല്ലാ പരീക്ഷണങ്ങളും കഴിഞ്ഞിരിക്കുന്നു, എല്ലാം പരിപൂർണമായിരിക്കുന്നു. അതുകൊണ്ട് നിനക്കതൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ഇദ്ഹബ് വഅതി ബിദാലികൽ ഹജർ, നീ പോയിട്ട് അതാ ആ കാണുന്ന കല്ലൊന്ന് എടുത്തുകൊണ്ട് വരൂ. ഫഅതാ ബിഹി, ഖാജാ തങ്ങള് ശൈഖ് ഉസ്മാനുൽ ഹാറൂനി തങ്ങളെ നിർദ്ദേശപ്രകാരം പോയിട്ട് നിർദ്ദേശിക്കപ്പെട്ട കല്ലെടുത്ത് കൊണ്ടുവന്നപ്പോ ഫഇദാ ഹുവ ദഹബ്, ആ കല്ല് കയ്യിലിരിക്കുന്ന കല്ല് ശൈഖ് ഉസ്മാനുൽ ഹാറൂനി തങ്ങളെ സമീപത്തെത്തിയപ്പോ അത് സ്വർണമായിരിക്കുന്നു, അത് സ്വർണമായിരിക്കുന്നു. ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ പറയാണ്, ഇദ്ഹബ് വഅൻഫിഖ് അലൽ ഫുഖറാഇ വൽ മസാകീൻ. ഓ സഹോദരങ്ങളെ, അജ്മീർ ഷരീഫിൽ പോയവർ എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടാകും. ഇന്നും അവിടെ അതാ അജ്മീറില് വലിയ ചെമ്പ് നിർമ്മിച്ചുകൊണ്ട് ആ ചെമ്പിൽ അതാ ആയിരക്കണക്കിന് ആളുകൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യുകയാണ്. ഖാജാ തങ്ങളുടെ ജീവിതകാലത്തു തന്നെ 100 കണക്കിന് ആളുകൾക്ക്, പാവങ്ങൾക്ക് മഹാനവറുകൾ ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യുകയാണ്. അതിന്റെ അടിസ്ഥാനം എന്താണെന്നറിയോ? മഹാനായ ഖാജാ തങ്ങളോട് അവിടുത്തെ ശൈഖായ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ ആ കല്ലൊന്നെടുത്തു കൊണ്ടുവരൂന്ന് നിർദ്ദേശിച്ച് കല്ല് കൊണ്ടുവന്നപ്പോൾ അത് സ്വർണമായിരിക്കുന്നു. ഖാജാ തങ്ങളോട് ശൈഖിന്റെ നിർദ്ദേശം, മോനെ ഇത് കൊണ്ടുപോയിട്ട് ഈ സ്വർണം കൊണ്ട് പാവപ്പെട്ട ഫുഖറാ മസാകീനിന് നീ വിതരണം ചെയ്തോളൂ. ശൈഖുകളുടെ നിർദ്ദേശപ്രകാരം ശിഷ്യനായ മുരീദായ മഹാനായ മുഈനുദ്ദീൻ അൽ ജിസ്തി റളിയല്ലാഹു അൻഹു ആ കിട്ടിയ സ്വർണവുമായി അന്ന് തുടങ്ങിയ സ്വതക്കയാണ്, പാവങ്ങളായ ഫുഖറാ മസാകീനിന് നൽകിയ സ്വതക്കയാണ്. അത് പിൽക്കാലത്തും വഫാത്താകുന്നത് വരെ അജ്മീറിലെ 100 കണക്കിന് ആളുകൾക്ക് ബഹുമാനപ്പെട്ടവർ ഭക്ഷണം നൽകിയത്. ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ടവര് ചെയ്തു കൊടുത്തത് മഹാനായ ശൈഖ് അവരുടെ നിർദ്ദേശപ്രകാരമാണ്. ശൈഖ് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട മുഈനുദ്ദീനുൽ ചിശ്തി റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ട് വിശുദ്ധമായ ഹറമൈനിലേക്ക്, മക്കത്തുൽ മുകറമയിലേക്ക്, അൽ മദീനത്തുൽ മുനവ്വറയിലേക്ക് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെയും കൂട്ടി തന്റെ ശൈഖ് യാത്ര ചെയ്യുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ചുരുക്കി പറയട്ടെ, ഖാജാ തങ്ങളും ശൈഖ് ഉസ്മാനുൽ ഹാറൂനി തങ്ങളും രണ്ടുപേരും പരിശുദ്ധമായ മക്കത്തുൽ മുകറമയിലെത്തി. ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ തന്റെ ശിഷ്യന് വേണ്ടി അവിടെ വെച്ച് ധാരാളം ദുആ ചെയ്തു. അങ്ങനെ വീണ്ടും രണ്ടുപേരും പരിശുദ്ധമായ മദീനയിലേക്ക് ചൊല്ലുകയാണ്. മദീനയിലേക്ക് ചെന്നപ്പോ മഹാനായ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ നിർദ്ദേശിച്ചു, മുഈനുദ്ദീനുൽ ചിശ്തി എന്ന തന്റെ മുരീദിനോട്, നിങ്ങൾ മദീനയിൽ ചെന്നാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗദയിൽ ചെല്ലുമ്പോ ഹബീബായ തങ്ങളെ നേരിട്ട് വിളിച്ച് സ്വലാത്ത് പറയണം, നേരിട്ട് വിളിച്ച് സലാം പറയണേ. ഖാജാ തങ്ങളോട് തന്റെ ശൈഖ് അവറുകൾ നിർദ്ദേശിക്കുകയാണ്, റസൂലുള്ളാഹി തങ്ങളെ നേരിട്ട് വിളിച്ചുകൊണ്ട് സ്വലാത്ത് പറയണം, സലാം പറയണം. ഈ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങളെ മദീനയിൽ ചെന്ന് അവിടുത്തെ വിശുദ്ധമായ റൗളയിൽ ചെന്ന് അതാ റസൂലുള്ളാഹിനെ വിളിച്ചു സ്വലാത്ത് പറയുമ്പോ, സലാം പറയുമ്പോ റൗളയുടെ ഉള്ളിൽ നിന്ന് വിളിക്കുകയാണ്, യാ ഖുതുബൽ മശായിഖി, എല്ലാ ശൈഖുമാരുടെയും ഖുതുബായ നേതാവേ. സുബ്ഹാനല്ലാഹ്. ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനായ ശൈഖ് അവറുകളെ കൂട്ടിയിട്ട് അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് നാട്ടിലേക്ക്. 70 വർഷക്കാലം മഹാനായ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ ജീവിച്ചിട്ടുണ്ട്. വഫാത്താകാൻ സമയമായപ്പോ തന്റെ സമീപത്തുള്ള എല്ലാ ശിഷ്യനാകുന്ന ഖാജാ തങ്ങളെ ഏൽപ്പിക്കുകയാണ്, എല്ലാം മുഈനുദ്ദീനുൽ ചിശ്തി തങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഖാജാ തങ്ങൾക്ക് ഉസ്താദിൽ നിന്ന് കിട്ടിയ ആ പരിശുദ്ധമായ ഇജാസത്തുകൾ, ആ പരിശുദ്ധമായ ദിക്റുകൾ, ഖാജാ തങ്ങൾക്ക് ഉസ്താദിൽ നിന്ന് കിട്ടിയ അദ്കാറുകൾ, ത്വരീഖത്തുകൾ, അത് മുഴുവനും സ്വീകരിച്ചുകൊണ്ട് മഹാനവറുകൾ അതാ ജീവിക്കുന്നു. നാട്ടിലിങ്ങനെ വലിയ പണ്ഡിതനായി, വലിയ മഹാനായി ജീവിക്കുന്ന കാലത്താണ് പരിശുദ്ധമായ മദീനയിൽ നിന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാജാ തങ്ങളെ വിളിക്കുകയാണ്, അടുത്തേക്ക് വരാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു തന്റെ നാട്ടിൽ നിന്ന് അതാ മക്കയിലേക്കും മദീനയിലേക്കും ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുകയാണ്. പരിശുദ്ധമായ മക്കയിൽ കുറച്ചു ദിവസം താമസിക്കുകയാണ്. അങ്ങനെ അതാ മക്കയിൽ താമസിക്കുന്ന സമയം കഅബ ശരീഫിന്റെ സമീപത്ത് നിന്ന് ഒരു ദിവസം ഒരു ശബ്ദം കേൾക്കുകയാണ്, ഉദ്ഉ ഫദുആഉക മഖ്ബൂൽ. ഓ മുഈനുദ്ദീൻ, നിങ്ങൾ ദുആ ചെയ്യൂ, നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ്, നിങ്ങളുടെ പ്രാർത്ഥന ഇജാബത്ത് ലഭിക്കുന്നതാണ്. ഖാജാ റളിയല്ലാഹു അൻഹു തനിക്കും തന്റെ മുരീദിനും തന്റെ പരമ്പരയിൽ തന്റെ ത്വരീഖത്തിൽ പ്രവേശിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി ദുആ ചെയ്യുന്നു. പരിശുദ്ധമായ കഅബയുടെ സമീപത്ത് വെച്ച് ദുആ ചെയ്തു. എന്നിട്ട് മഹാനായ മുഈനുദ്ദീനുൽ ചിശ്തി റളിയല്ലാഹു അൻഹു പിന്നീട് ചെല്ലുന്നത് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കൽ ചൊല്ലുകയാണ്. ഹബീബായ തങ്ങളെ റൗദയിൽ അങ്ങ് ചെന്നപ്പോ ആ റൗദയിൽ നിന്ന് ഒരൊറ്റ വിളിയാണ്, അന്ത വലിയുൽ ഹിന്ദി വസുൽത്താനുഹാ. ഓ മുഈനുദ്ദീൻ, നിങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ഇന്ത്യ രാജ്യത്തിന്റെ നേതാവാണ്, അവിടുത്തെ രാജാവാണ്. വഅറാഹു ബൽദത അജ്മീർ, നിങ്ങൾക്ക് അതാ ഖാജ തങ്ങൾക്ക് അജ്മീർ എന്ന പ്രദേശം കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ റൗദയിൽ നിന്ന് ഖാജ തങ്ങളോട് അജ്മീർ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നത്, ലാക മസ്കനുക വമദ്ഫനുക യാ മുഈനുദ്ദീൻ. ഓ മുഈനുദ്ദീനെ, നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലമാണിത്, നിങ്ങൾക്ക് അന്ത്യവിശ്രമം കൊള്ളാനുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് പോകൂ, അജ്മീറിലേക്ക് പോകൂ. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ നിന്ന് ആ നിർദ്ദേശവും സ്വീകരിച്ച് വരികയാണ്. പരിശുദ്ധമായ മദീനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അജ്മീറിലേക്ക് വരികയാണ്. وبعد الوصول إلى أجمير نزل الشيخ رضي الله عنه ومن معه في ظل شجرة قائمة في ميدان يستريح فيه جمال الملك ليلها. മഹാനായ ഖാജ തങ്ങള് തന്റെ കൂടെ 40ഓളം വരുന്ന ആളുകള് എല്ലാവരും കൂടിയിട്ട് അതാ ഇന്ത്യ രാജ്യത്തേക്ക് വരികയാണ്. ഇന്ത്യയിലെ അജ്മീർ എന്ന പ്രദേശത്ത് വരികയാണ്. അജ്മീറിലെ രാജാവുണ്ട്. ആ രാജാവിന്റെ രാജ എന്ന് പറയുന്ന ആ രാജാവിന്റെ രാജാവിന്റെ നാട്ടിലേക്ക് വരികയാണ്. അന്ന് ആ രാജാവിന്റെ ഒട്ടകങ്ങള് മുഴുവനും രാത്രി സമയമായാൽ കൊണ്ടുവന്ന് കെട്ടുന്ന വലിയ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിലേക്കാണ് ഖാജയും തന്നെ കൂട്ടുകാരും എത്തിച്ചേരുന്നത്. അവിടെ വന്നു കയ്യിലുള്ള സാധനങ്ങൾ മുഴുവനും അവിടെയുള്ള മരത്തിന്റെ ചുവട്ടിൽ ഇറക്കി വെക്കുകയാണ്. അതാ വൈകുന്നേര സമയമായപ്പോ രാജാവിന്റെ ആ ഒട്ടകങ്ങളുടെ കാവൽക്കാരനായ ആ വലിയ ഗ്രൗണ്ടിന്റെ കാവൽക്കാരനായ ഒരു വ്യക്തി, ജോലിക്കാരനായ വ്യക്തി വരികയാണ്. വന്നിട്ട് ഖാജ തങ്ങളെ സമീപിക്കുകയാണ്. ഇവിടെ താമസിക്കാൻ പറ്റൂല, ഇത് രാജാവിന്റെ ഗ്രൗണ്ടാണ്, അദ്ദേഹത്തിന്റെ മൃഗങ്ങളെ കെട്ടിയിടുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഇവിടെ താമസിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഖാജ തങ്ങളെയും അനുയായികളെയും അവിടെ നിന്ന് അതാ എഴുന്നേറ്റു പോകാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോ ഉടനെ ഖാജ ഒരൊറ്റ വാചകമാണ്, ആയിക്കോട്ടെ, ഞങ്ങൾ ഇവിടെ നിന്ന് പോകാം. നഖൂമു മിൻ ഹുനാ വൽയത്ജിഉ ഫീഹി ജമലുക, ഞങ്ങൾ അവിടെ നിന്ന് പോകാം, നിന്റെ ഒട്ടകങ്ങളുണ്ടല്ലോ അവരിവിടെ കിടക്കട്ടെ. ബഹുമാനപ്പെട്ട ഖാജയും തന്റെ കൂട്ടുകാരും കൂടി അവിടെ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് വീണ്ടും യാത്ര തുടർന്നു. യാത്ര തുടർന്ന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ എത്തിച്ചേരുന്നത് അനാസാഗർ തടാകത്തിന്റെ അടുത്തേക്കാണ്. ഖാജ തങ്ങൾ എത്തിച്ചേരുന്നത് അനാസാഗർ തടാകത്തിന്റെ അടുത്തേക്കാണ്. ആ തടാകത്തിന്റെ സമീപത്ത് അതാ ബഹുമാനപ്പെട്ട ഖാജയും തന്റെ കൂട്ടുകാരും വന്ന് താമസമാക്കുകയാണ്. അനാസാഗർ തടാകത്തിന്റെ ചുറ്റുഭാഗവും ധാരാളം അവിശ്വാസ
ആളുകൾ താമസിച്ചിരുന്നു. ഖാജയെയും തന്റെ ശിഷ്യന്മാരെയും അവർക്ക് പരിചയമില്ല. അപരിചിതരായ ഈ ഖാജയും അവിടുത്തെ ശിഷ്യന്മാരും അവര് അനാസാഗർ തടാകത്തിൽ നിന്നാണ് ആവശ്യങ്ങൾക്ക് മുഴുവനും വെള്ളം ഉപയോഗിക്കുന്നത്. കുളിക്കാൻ വെള്ളമെടുക്കുന്നത്, വുളൂ ചെയ്യാൻ വെള്ളമെടുക്കുന്നത്, ആവശ്യങ്ങൾക്കെല്ലാം വെള്ളമെടുക്കുന്നത് അവിടെ നിന്നാണ്. സുബ്ഹാനല്ലാഹ്. ആ തടാകത്തിന്റെ ചുറ്റുഭാഗവും താമസിക്കുന്ന ആളുകൾ അവർക്കിത് വല്ലാത്ത പ്രയാസമായി. അവിശ്വാസികളായ ആളുകൾ അവര് ഖാജയെയും അവിടുത്തെ ശിഷ്യന്മാരെയും തടയുകയാണ്. ഈ തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ പാടില്ലെന്ന് അവരോട് ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഈ വിവരമെത്തിയപ്പോ മഹാനവറുകൾ പറഞ്ഞു, ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ ഖാജ ഒരു പാട്ട എടുത്തുകൊണ്ട്, ഒരു പാത്രം എടുത്തുകൊണ്ട് തന്റെ ഒരു ശിഷ്യനെ ഏൽപ്പിച്ചു. ഓനെ ആ തടാകത്തിൽ പോയി ഈ ഒരു പാട്ടയിൽ വെള്ളം മുക്കണം. അനാസാഗർ തടാകം എന്ന് പറയുന്ന ഏക്കറക്കണക്കിന് സ്ഥലത്ത് പരന്നു കിടക്കുന്ന വലിയ തടാകം. ആ തടാകത്തിലേക്ക് ഖാജ തങ്ങൾ തന്റെ ശിഷ്യനോട് വെള്ളമെടുക്കാൻ വേണ്ടി ഒരു ചെറിയ കോപ്പ കൊടുത്തേക്കുന്നു. ശിഷ്യൻ പോയിട്ട് ആ തടാകത്തിൽ നിന്ന് വെള്ളമങ്ങ് മുക്കിയപ്പോ സുബ്ഹാനല്ലാഹ് فدخل جميع ماء البحيرة والبلدة في ذلك الإناء فعدم القوم ماء. ആ തടാകത്തിലെ മുഴുവൻ വെള്ളവും വറ്റുകയാണ്. ഒരു കോപ്പ വെള്ളമങ്ങ് മുക്കിയപ്പോ ആ തടാകത്തിലെ മുഴുവൻ വെള്ളവും വറ്റുകയാണ്. പോരാ, ആ നാട്ടിലെ മുഴുവൻ കിണറുകളിലെയും കുളങ്ങളിലെയും വെള്ളങ്ങൾ വറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്. നേരത്തെ രാജാവിന്റെ ഗ്രൗണ്ടിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു പറഞ്ഞേച്ചതാണല്ലോ. അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയോ? വൈകുന്നേരം കൊണ്ടുവന്ന് ഒട്ടകങ്ങളെ കെട്ടിയതാണ്. ആ ഒട്ടകങ്ങളെ രാത്രിയിലങ്ങ് കിടന്നതാണ്. നേരം വെളുത്തപ്പോ ഒട്ടകങ്ങൾ എഴുന്നേൽക്കുന്നില്ല. കാരണം ഖാജ തങ്ങൾ അവിടെ നിന്ന് പോരുമ്പോ പറഞ്ഞത്, നഖൂമു മിൻ ഹുനാ വൽയംതജിഉ ജമലുകാ. നിന്റെ ഒട്ടകം ഇവിടെ കിടക്കട്ടെ, ഞങ്ങൾ എഴുന്നേറ്റു പൊയ്ക്കോളാം. ആ വാക്കാണ് സഹോദരങ്ങളെ. ഖാജ തങ്ങൾ അവിടെ നിന്ന് പോന്നു. നേരം വെളുത്ത സമയമായിട്ടും ആ ഒട്ടകങ്ങൾ എഴുന്നേൽക്കുന്നില്ല. പലതും അവര് പയറ്റി നോക്കി എഴുന്നേൽക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇവിടെയാണെങ്കിലോ അനാസാഗർ തടാകത്തിൽ ഒരിറ്റു വെള്ളമില്ല. അജ്മീർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരിറ്റു വെള്ളമില്ല. ഒരൊറ്റ കിണറ്റിലും ഒരിറ്റു വെള്ളമില്ല. എല്ലാ വെള്ളവും പറ്റി വരണ്ടു പോയിരിക്കുന്നു. ഖാജാ തങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു കോപ്പയില് വെള്ളമെന്ന് മുക്കിയപ്പോ ആ കോപ്പയിൽ തടാകത്തിലെ മുഴുവൻ വെള്ളവും അതിലായിരിക്കുന്നു. നാട്ടുകാര് വെള്ളം കിട്ടാതെ പ്രയാസപ്പെടാൻ തുടങ്ങി. അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വെള്ളമില്ല, അവർക്ക് കുളിക്കാൻ വെള്ളമില്ല, അവർക്ക് ആവശ്യമായതൊന്നും ചെയ്യാൻ വെള്ളമില്ല. അതാ മൃഗങ്ങൾ മുഴുവനും പ്രയാസപ്പെടാൻ തുടങ്ങി. അവസാനം ഖാജ തങ്ങളെ പവർ അവര് തിരിച്ചറിയുകയാണ്. അവര് ഖാജയുടെ സമീപത്ത് വരികയാണ്. വളരെ താഴ്മയോടെ വരികയാണ്. കരഞ്ഞുകൊണ്ടവര് വരികയാണ്.
وجاءوا إلى الشيخ يتضرعون ويبكون فغلب عليه الرحمة للضعفاء وأمر الخادم بصب الإناء فيما اغترف منه. തങ്ങൾ വലിയ കൃപയുള്ളയാളാണ്, വലിയ കാരുണ്യമുള്ള നേതാവാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട പ്രമുഖനായ പണ്ഡിതനാണല്ലോ, വലിയ വലിയാണല്ലോ. ആ പാവപ്പെട്ട വിശ്വാസികളായ ആളുകൾ അവരെ അതാ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഹാജയുടെ മുന്നിൽ വരുമ്പോ തന്റെ ശിഷ്യനെ വിളിച്ചിട്ട് ആ കോപ്പ വെള്ളം കൊണ്ടുപോയി അനാസാഗർ തടാകത്തിൽ ഒഴിക്കാൻ ആവശ്യപ്പെടുന്നു. അതങ്ങൊഴിച്ചപ്പോ ആ നാട്ടിലെ കിണറുകളിൽ മുഴുവനും വെള്ളമായി തുടങ്ങി. അനാസാഗർ തടാകം വെള്ളം നിറഞ്ഞുകൊണ്ട് കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. സഹോദരങ്ങളെ, രാജാവ് വിവരമറിയുകയാണ്, തന്റെ ഒട്ടകം എഴുന്നേൽക്കാത്ത വിവരമറിയുകയാണ്, ഈ വലിയ കറാമത്ത് അറിയുകയാണ്. അദ്ദേഹം ഹാജാ തങ്ങളെ സമീപത്തേക്ക് തന്റെ തന്റെ അനുയായികളിൽപ്പെട്ട വ്യക്തിയെ പറഞ്ഞേക്കുകയാണ്. മാപ്പ് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതാ ഹാജയുടെ മുന്നിൽ വന്ന് അവര് മാപ്പ് പറയുന്നു. ആ സമയം ഹാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളെ ഒട്ടകങ്ങൾ മുഴുവനും എഴുന്നേറ്റിരിക്കും. അവര് തിരിച്ച് ആ ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ എല്ലാ ഒട്ടകങ്ങളും എഴുന്നേറ്റിരിക്കുന്നു, എല്ലാ ഒട്ടകങ്ങളും നടക്കാൻ തുടങ്ങുന്നു, എല്ലാ ഒട്ടകങ്ങളും സുഖസുന്ദരമായി ആരോഗ്യവാന്മാരായിരിക്കുന്നു. ആ നിലക്ക് വലിയ കറാമത്തിന്റെ ഉടമയായിരുന്ന ഖാജാ റളിയല്ലാഹു അൻഹു ഇന്ത്യ രാജ്യത്തിന്റെ ആത്മീയമായ ഭരണം നടത്തുന്ന നേതാവാണ് ഖാജാ റളിയല്ലാഹു അൻഹു. അവിടുത്തെ ആണ്ട് ഈ പരിശുദ്ധമായ റജബ് മാസമാണ്. അവിടുത്തെ സ്മരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. കാരണം ഹബീബായ തങ്ങൾ ഇന്ത്യയുടെ ഭരണാധികാരിയാണെന്ന് പ്രഖ്യാപിച്ച് പറഞ്ഞേച്ച നേതാവാണ് ഖാജാ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എന്റെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, ആ മഹാന്മാരെ സ്മരിക്കണം. അവരെ മൗലിദുകൾ നമ്മുടെ വീട്ടിൽ ഓതണം, അവരെ നമ്മുടെ വീട്ടിൽ പരിചയപ്പെടുത്തണം, നമ്മുടെ മക്കൾക്ക് അവരെ പരിചയപ്പെടുത്തണം. ആ മക്കളെ കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഖാജ റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ ഔലിയാക്കളുടെയും മദദ് അവർക്ക് ലഭിക്കണം. അതാ ശിഹർ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, അതുപോലെ ശൈത്താനിന്റെ ശല്യം കൊണ്ട് പ്രയാസപ്പെടുന്നവര്, ഖാജാ തങ്ങൾ വലിയ പരിഹാരത്തിന്റെ മാർഗമാണ്. അഅദ സിഹ്റുസ് സാഹിരീനൽ മാഹിരീന വബാലഹും المدد يا شيخ أجمير معين الدين فاز جيفار ساجدا أمامكم وطائبا المدد يا شيخ أجمير معين الدين لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله نال تابعا لكم أعلى مقامات العلا المدد يا شيخ أجمير معين الدين صار عنق الملك فردرا جاء في قيدهم بكم المدد يا شيخ أجمير معين الدين لا إله لا إله إلا الله
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഖാബ മൻ ആദാക മിൻ അഅദാഇ ദീനി ഇലാഹിനാ المدد يا شيخ أجمل معين الدين عاد سلطان لهند فاتحا من حكمكم المدد يا شيخ أجمل معين الدين لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله എല്ലാ സിഹറിൽ നിന്നും രക്ഷപ്പെടാൻ ഏറ്റവും വലിയ മാർഗമാണ് ഖാജാ തങ്ങൾ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ പേരിൽ നാം നമ്മുടെ വീട്ടിൽ മൗലിദ് ഓതണം, നമ്മുടെ മക്കൾക്ക് പരിചയപ്പെടുത്തണം. ഖാജാ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തണം. അങ്ങനെ ഖാജാ തങ്ങളെ പവർ നാം മനസ്സിലാക്കുകയും പ്രയാസങ്ങൾ വരുമ്പോ, കടങ്ങൾ വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ ആ ഖാജാ തങ്ങളെ സമീപിച്ച് അല്ലെങ്കിൽ അവിടുത്തെ പേരിൽ ഖത്മ് ഓതി യാസീൻ ഓതി നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ അതിന് പരിഹാരമാണ്. ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായി ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച പറഞ്ഞേച്ച വലിയ നേതാവാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹാന്മാരുടെ അതുപോലെയുള്ള മഹത്തുക്കളുടെ ഒക്കെ വലിയ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുമാറാകട്ടെ. പരിശുദ്ധമായ റജബ് മാസം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ മഹത്വം പറഞ്ഞ മാസമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ മാസത്തിനെ പരിചയപ്പെടുത്തിയത് തന്നെ റജബ് എന്ന് പറയുന്നത് ഒരു കർഷകൻ കൃഷി ചെയ്യാൻ വേണ്ടി വിത്ത് ഇറക്കിയതുപോലെയാണ് വിശുദ്ധമായ റജബ് മാസം. പരിശുദ്ധമായ റമദാൻ ശരീഫ് വരാനിരിക്കുന്നു. ആ റമദാനിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യേണ്ടതുണ്ട്, ധാരാളം ആരാധനകൾ നിർവഹിക്കേണ്ടതുണ്ട്. ആ ഇബാദത്തുകൾ നിർവഹിച്ച് വിളവെടുപ്പ് നടത്തേണ്ട ആ കാലം, ആ റമദാൻ വരുന്നതിന്റെ 2 മാസം മുമ്പ് റജബിൽ തന്നെ അവൻ വിത്ത് പാകിയിരിക്കണം, വിത്ത് നട്ടിരിക്കണം. അങ്ങനെ ആ റജബിൽ നട്ടു വളർത്തിയ വിത്ത്, ആ വളർത്തിയ സസ്യങ്ങൾ, അവന്റെ കൃഷികൾ, അത് മുഴുവനും വെള്ളമൊഴിച്ച് അതിനെ പരിപാലിക്കുന്ന, അതിനെ സംരക്ഷിക്കുന്ന സമയമാണ് പരിശുദ്ധമായ ശഅബാൻ മാസം. ഈ രണ്ടും ഉണ്ടായാൽ പിന്നീട് അവർക്ക് കിട്ടേണ്ടത് നല്ല സുന്ദരമായ ഫലങ്ങളാണ്, പഴവർഗ്ഗങ്ങളാണ്, ധാന്യങ്ങളാണ്. വിളവെടുപ്പിന്റെ കാലമാണ്. അത് പരിപൂർണമായി വിളവെടുപ്പ് നടത്തേണ്ട സമയമാണ് വിശുദ്ധമായ റമദാൻ ശരീഫ്. അതുകൊണ്ട് റമദാൻ വരുന്നതിന്റെ 2 മാസം മുമ്പ് തന്നെ മാനസികമായും ശാരീരികമായും തയ്യാറെടുപ്പ് നടത്താൻ അല്ലാഹു സമ്മാനിച്ച 2 മാസങ്ങളാണ് പരിശുദ്ധമായ റജബും വിശുദ്ധമായ ശഅബാനും. അതുകൊണ്ട് എന്റെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റജബിന്റെ മഹത്വം മനസ്സിലാക്കി വിശുദ്ധമായ റജബ് 27 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജ് നടത്തിയ ദിവസമാണ്, രാവാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. വിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്ത് അവിടെ നിന്ന് അല്ലാഹുവിന്റെ 7 ആകാശവും കഴിഞ്ഞ് അല്ലാഹുവിന്റെ അടുക്കൽ പോയി, അല്ലാഹുവിന്റെ സന്നിധിയിൽ പോയി അല്ലാഹുവുമായി അഭിമുഖ
സംഭാഷണം നടത്തിയ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ആ അഭിമുഖ സംഭാഷണത്തിൽ നമുക്ക് സമ്മാനമായി ലഭിച്ച 5 വഖ്ത് നമസ്കാരം അത് നമ്മുടെ ജീവിതത്തിൽ കൈയൊഴിയാൻ പാടില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഖളാ ആക്കാൻ പാടില്ല. അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. വളരെ ആത്മാർത്ഥമായി ഇഖ്ലാസോടെ നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റജബ് 5 വഖ്ത് നമസ്കാരത്തിന്റെ വാർഷിക മാസവും കൂടിയാണ് എന്ന് നാം ഒക്കെ മനസ്സിലാക്കണം.